Hello guys, I am Ahmed and welcome back to the channel Super News. തമിഴ്നാട് സൂപ്പർ ന്യൂസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർ എൻ്റർടൈൻമെൻറ്റ് ഒരു പുതിയ DC റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഹീറോസും. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം, ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രോ എപ്പോഴും പറയാറില്ല. അതായത് ഞാൻ ഒരു DC വീഡിയോ ചെയ്തെത്തിയ വർഷങ്ങളായി. സോ അത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ DC അങ്ങനെ ഫോളോ ചെയ്യാറില്ല. മാർവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാർവലിനെ അങ്ങനെ ഫോളോ ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. സോ ബേസിക്കലി ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അവധിയായിരുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു എന്താ പറയുക ട്വീറ്റ് ഞാൻ കണ്ടു, ജോക്കർ 2ൻ്റെ ഒരു ഇത് ഇന്നാണ് റിലീസ് എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്തു. അപ്പം രാവിലെ ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടായിരുന്നു. എന്നാൽ പോലും എനിക്ക് ആ പടത്തിന് പോകണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോക്കർ 2 എന്ന് പറയുന്ന മൂവിയുടെ ഒരു എന്താ പറയുക സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിം ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ ഇട്ടോടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നത് അടുത്തുള്ള ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ഇരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു പടം ഒരു മ്യൂസിക്കലാണ്. അതായത് ഒരുപാട് സ്ഥലത്ത് ഈ ഒരു പടത്തിൽ 10-20 മുകളിൽ പാട്ടുകളുണ്ട്. സോ ഈ പടം എല്ലാവർക്കും നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ആസ് എൻ ഇൻഫ്ലുവൻസർ, ആസ് എ യൂട്യൂബർ, ഞാനിത് ഇന്ന് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാനത് എൻ്റെ ഓഡിയൻസിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്ത് ഏറ്റവും വലിയ ചതിയായിരിക്കും. കാരണം ഞാൻ രാവിലെ ഒരു 3-4 റിവ്യൂസ് ഉണ്ടാകും. അവരെല്ലാവരും ഇങ്ങനത്തെ കള്ളമാണ് പറയുന്നത്. അതായത് അതൊക്കെ അവർ എന്താ പറയുക ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം. ബട്ട് അവർ മനഃപൂർവ്വം ഈ സിനിമ ഡിഗ്രേഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ബട്ട് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ DC ഫാനൊന്നുമില്ല. എന്നാൽ പോലും ഈ പടം ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് വേറെ അവരുടെ ഒരു എന്താ പറയുക ലോകത്ത് നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്ക് സിനിമയിലോട്ടിടാം. സിനിമയിൽ എന്താ പറയുക കൂടുതലും പോസിറ്റീവ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ടോഡ് ഫിലിപ്സ് തന്നെയാണ്. സോ ഈ ഒരു പടത്തിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ബട്ട് ഈ സിനിമ കണ്ടതിനപ്പോൾ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നി. ആൻഡ് ജാക്കിൻ ഫീനിക്സ് ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ആ ഒരു ജോക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻറ്റൻസിറ്റി അത്രത്തോളം പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേഡി ഗാഗ, ഷീസ് ഓൾസോ ഓസം. പുള്ളിക്കാരി വരുന്ന സീൻസൊക്കെ പുള്ളിക്കാരി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു റേറ്റഡ് മൂവിയാണ്, അതായത് R-rated പടമാണ്. ദയവ് ചെയ്ത് കുട്ടികളെയും കൊണ്ടൊന്ന് പോയി കാണരുത്. ഞാൻ പോയ തിയേറ്ററിൽ കുറേ പേര് കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുകയുണ്ടായി. അങ്ങനെയൊന്നും ചെയ്യരുത് ഗൈസ്. അതായത് ഈ പടത്തിൽ കുറച്ച് സീൻസ് ഉണ്ട് എന്ന് വെച്ചാൽ കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റാത്ത കുറച്ച് സീൻസൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ദയവ് ഇത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ടു ദ സിനിമാറ്റോഗ്രഫി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ചില സീൻസ് ഉണ്ട്. DC ഒരു കാര്യത്തിൽ ഇതിപ്പം DCൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പഴയ യൂണിവേഴ്സിറ്റിയുടെ പടമല്ല. തുടക്കത്തിൽ DC പോലും എനിക്ക് കാണിക്കുന്നില്ല, WB തുടങ്ങുന്നുള്ളൂ. സോ എന്തായാലും എന്താ പറയുക WB വാർണർ ബ്രദേഴ്സിന് ഈ പഴയ കാലം 80s 90s 70s ഒക്കെ എടുത്തു കാണിക്കുന്ന പോർട്രേ ചെയ്യാൻ നല്ലൊരു മിടുക്കുണ്ട് അവർക്ക്. എസ്പെഷ്യലി അവരുടെ തന്നെ കോൺജറിങ്, ആനബൽ, ഞൺ പടങ്ങളായിക്കോട്ടെ അതിൻ്റെ ഒരു പഴയകാല സെറ്റിങ് അവർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു പടത്തിൽ വേറെ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനില്ല. ഈ പടം എനിക്ക് ഒരു നെഗറ്റീവ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. അതായത് ഇതൊരു ബേസിക്കലി ഒരു ക്രൈം പടമാണ്. ഇതൊരു കോർട്ട് റൂം ഡ്രാമ കൂടിയാണ്. അതിൻ്റെ ആ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കോർട്ട് ഇൻറ്റഗ്രേഷൻ്റെ ഇടയ്ക്ക് എന്താ പറയുക ആ ഒരു പാട്ട് കൊണ്ടുവന്നു. അത് ഇത്തിരി ബോറിംഗ് ആയിപ്പോയി. എന്നാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. സോ എന്തായാലും ഈ ഒരു പടത്തിൽ എനിക്ക് 2 സീൻസ് ഇഷ്ടപ്പെട്ടു. അതായത് തുടക്കത്തിൽ എന്താ പറയുക ഒരു ഇരുട്ടായി പോകുന്ന സീനുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആർത്തർ ഫ്ലക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് വന്നിട്ട് പെട്ടെന്ന് ഒരു ഇരുട്ടായി പോകുന്ന സീൻ, അതും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഇപ്പോഴും മൈൻഡിൽ നിൽപ്പുണ്ട്. ഞാൻ ഇപ്പോൾ പടം കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സീൻ ഒരു ഇൻറ്റഗ്രേഷൻ സീനുണ്ട്. തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സീൻ. അതിന് ഞാൻ കൂടുതൽ സ്പോയിലറായിട്ട് പറയുന്നില്ല. എന്നാൽ പോലും അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പടത്തിന് എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 4 out of 5 ആണ്. ഞാൻ ഇത്ര ഒരു DC പടത്തിനും അങ്ങനെ കൊടുത്തിട്ടില്ല. ഞാനൊരു DC പടവും ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല. എൻ്റെ യൂട്യൂബ് കരിയറിൽ ഞാൻ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു DC മൂവിയാണിത്.
സോ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. നിങ്ങളും പോയി കാണുക. അഫ്കോഴ്സ് നിങ്ങൾ 18+ ആണെങ്കിൽ മാത്രം പോയി കാണുക ഗൈസ്. ഞാൻ കാരണം ഇനി നിങ്ങൾ കണ്ടുപിടിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക ഇതൊരു 18+ മൂവിയാണ്. എന്താ വെച്ചാൽ ബ്ലഡ് ഷെഡ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സീൻസ് ഉണ്ട്, അത് കൊച്ചു കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ഒരു ടൈപ്പ് സീനാണ്. ഓൾവേസ് എന്താ പറയുക, ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു മൂവിയോടെ എനിക്ക് കേട്ടില്ല. ബട്ട് ഈ മൂവി വളരെയധികം അടിപൊളിയായിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലെ ഞാൻ കണ്ട റിവ്യൂവേഴ്സ്, അവരുടെ പേര് 3-4 പേരുണ്ട്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നത്. ബട്ട് ആ ഒരു എന്താ പറയുക ഇതുണ്ട്, ആ ഒരു മൂവി മനഃപൂർവ്വം നശിപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ വൈ ദേ ആർ ഡീഗ്രേഡിങ് ദിസ് മൂവി, ബട്ട് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇതൊരു മനഃപൂർവ്വമായിട്ടുള്ള ഡീഗ്രേഡിങ് ക്യാമ്പയിനാണ്. തിയേറ്റർ റെസ്പോൺസ് ഞാൻ കുറച്ചാണ്. ബട്ട് ദിസ് ഇസ് ഓവറോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. എന്നാണ് ഇതിന് കുറച്ച് കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ട്, സമ്മതിക്കുന്നു. ബട്ട് ഇത് അഫ്കോഴ്സ് ഒരു തിയേറ്റർ വാച്ചിന് പറ്റിയ പടം തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ OTT റിലീസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. സോ മറ്റൊരു DC റിലേറ്റഡ് വീഡിയോ നമുക്ക് വീണ്ടും നോക്കാം. അതൊരു ദിസ് മാർഗം സൂപ്പർ ഹീറോസ്.